മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ വാർത്താസമ്മേളനം നടത്തുകയാണ്. ഏതാണ്ട് ഈ വിഷയങ്ങളോട് ചേർന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് ചില ആളുകൾ വന്ന് റോഡ് ഷോ നടത്തുകയുണ്ടായി. അത് ഉത്തരേന്ത്യയിൽ വംശീയഹത്യയും വർഗീയ ലഹളകളും നടന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അത്തരം വംശീയഹത്യയുടെയും വർഗീയ കലാപങ്ങളുടെയും വക്താക്കളെ ഇവിടെ എത്തിച്ച് കേരളത്തിൽ റോഡ് ഷോ നടത്തുന്നത് നാം കണ്ടു. ഇത് എത്രമാത്രം ആപൽക്കരമായൊരു സ്ഥിതിവിശേഷത്തിലേക്ക് നാടിനെ നീക്കാൻ ഇത്തരം ശക്തികൾ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. ഇപ്പോൾ ദേശീയമായി എടുത്താലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലയെടുത്താലും മാധ്യമങ്ങൾക്ക് നേരെ ഈ ഘട്ടത്തിൽ വലിയ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരെ ഭയപ്പെടുത്തി റിപ്പോർട്ട് ചെയ്യിക്കുന്ന ചിത്രങ്ങളും ചില ഘട്ടത്തിൽ നമ്മുടെ അനുഭവത്തിലുണ്ട്. അതും ദേശീയ തലത്തിൽ ഉള്ള അനുഭവമാണ്. ഇത്തരമൊരു പ്രത്യേക സംസ്കാരം രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ ചില ശക്തികൾ ശ്രമിക്കുമ്പോൾ ആ സംസ്കാരത്തെ കേരളത്തിലും സ്ഥാപിക്കാൻ ചില ശ്രമങ്ങളുണ്ട് എന്നത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അതിന് പറ്റുന്ന സർവേ റിപ്പോർട്ട്, വാർത്താ നിരൂപണം, ഇതൊക്കെ നാം തിരിച്ചറിയേണ്ട കാര്യം സ്വയം അങ്ങേയറ്റം ആപൽക്കരമായ അവസ്ഥ ഉണ്ടാക്കലല്ലേ എന്നുള്ളതാണ്. രാജ്യത്താകെ ഉണ്ടാകുന്ന തെറ്റായ കാര്യങ്ങളെ പ്രതിരോധിച്ച് നിൽക്കുക എന്നതാണ് ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നു. അതിനനുസൃതമായി തെറ്റായ കാര്യങ്ങൾ നമ്മളും ഇവിടെ പകർത്താൻ തയ്യാറായാൽ നമ്മൾ നമ്മുടെ തന്നെ ശവക്കുഴി തോണ്ടലായി അത് മാറും എന്നത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ജനാധിപത്യ വിരുദ്ധ ശക്തികൾക്ക് പരവതാനി വിരിച്ച് നാട്ടിൽ വിഹരിക്കാൻ സൗകര്യം കൊടുത്താൽ നമുക്ക് നഷ്ടമാവുന്നത് നാടിൻ്റെ മഹത്തായ പാരമ്പര്യമായിരിക്കും എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വിവിധ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇവിടെ പ്രധാന മത്സരം LDFും UDFും തമ്മിലാണ്. BJP കേരളത്തിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം വിവിധ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്പരം സഹായിക്കുന്ന സ്ഥിതി BJPയും UDFും സ്വീകരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിലയിടത്ത് ഈ ഓരോ വിഭാഗത്തിൻ്റെയും നേതാക്കളായിട്ടുള്ളവർ തന്നെ
ഏറെക്കുറെ പരസ്യമായി ഈ നീക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി സഹായം സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരും ഈ സഹായം സ്വീകരിക്കുകയാണ് എന്ന മട്ടിൽ അഭിപ്രായം രേഖപ്പെടുത്തിയതും നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നേരത്തെ കോലീബി സഖ്യമെന്ന് നാട് വിശേഷിപ്പിച്ച ഒരവിശുദ്ധ സഖ്യ നീക്കം വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഉണ്ടായത് കേരളം നല്ലതുപോലെ ഓർക്കുന്ന കാര്യമാണ്. അമിത്ഷാ ഇപ്പോൾ BJPയുടെ പച്ചക്കൊടിയെക്കുറിച്ച് പ്രസ്താവിക്കുകയുണ്ടായി. ആ കാലത്തും ലീഗിന് അതേ പച്ചക്കൊടി തന്നെയായിരുന്നു. അവരുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നത് BJP ആയിരുന്നു, കോൺഗ്രസും ലീഗുമായി. ഉദ്ദേശം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, പാർലമെൻറ്റിലും നിയമസഭയിലും അക്കൗണ്ട് തുടങ്ങി. ദശാബ്ദങ്ങൾക്ക് ശേഷം ഇപ്പോൾ BJPക്ക് നിയമസഭയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുടങ്ങാനായി. എങ്ങനെയാണ് അക്കൗണ്ട് തുടങ്ങാനായത്? കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ അന്നത്തെ UDFൻ്റെ നിയമമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത് നേരിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഞാൻ ആ യോഗത്തിൽ സംസാരിക്കാൻ വേണ്ടി എത്തിയപ്പോൾ ഇദ്ദേഹം സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ എല്ലാ കോൺഗ്രസ് നേതാക്കളെയും കണ്ട് സംസാരിച്ചു. കോൺഗ്രസ്സുകാർ വോട്ട് BJPക്ക് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ ഇടപെടണം. ആരും ഇടപെട്ടില്ല. പോളിംഗ് ദിവസം എൻ്റെ പോളിംഗ് ബൂത്തിൽ കോൺഗ്രസ്സുകാരെ ഉണ്ടായില്ല, അവരെല്ലാം BJPക്ക് വോട്ട് ചെയ്യാനുണ്ടായി. ഇത് അന്ന് അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇന്ന് അദ്ദേഹം ഞങ്ങളുടെ ഒരു ഘടകകക്ഷി നേതാവാണ്. അന്ന് അവിടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പരസ്യമായി പറഞ്ഞ കാര്യമാണ്. നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും സ്ഥാനാർത്ഥി തന്നെ ആ കാര്യം വ്യക്തമാക്കുന്നത് കേൾക്കാനിടയായി. എന്തിനായിരുന്നു അത് ചെയ്തത്? നേരെ അപ്പുറത്ത്, തൊട്ടപ്പുറത്ത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ജയിച്ചു വരാൻ BJPയുടെ കുറച്ച് വോട്ട് വേണം. BJPയുടെ വോട്ട് അവിടെ സ്വീകരിക്കുക, ഇവിടെ BJPക്ക് അക്കൗണ്ട് തുടങ്ങാൻ സൗകര്യമുണ്ടാക്കുക. ഇങ്ങനെയുള്ള അവിശുദ്ധ നീക്കങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ രണ്ട് വിഭാഗം കൂടി നടത്തുകയാണ്. BJPക്ക് നിയമസഭയിൽ അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യം ഈ തരത്തിലാണ് ചെയ്തു കൊടുക്കുന്ന നിലയുണ്ടായത്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ മണ്ഡലങ്ങളിൽ വ്യത്യസ്തങ്ങളായ സമീപനം സ്വീകരിക്കുന്നതും നമ്മൾ കാണുകയാണ്. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ കോൺഗ്രസും UDFും സാധാരണ നിലക്ക് അവരുടെ കാര്യങ്ങൾ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഒക്കെ ഇറക്കിയിട്ടുണ്ട്, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ നല്ലതുപോലെ അവതരിപ്പിക്കാൻ നിൽക്കേണ്ടത്. അതിനാണോ അവർ തയ്യാറായത്? അവർ കേരളത്തിൽ പ്രചരിപ്പിച്ച കാര്യങ്ങൾ കേരളത്തിലെ സർക്കാരിനെ പറ്റി ഏതെങ്കിലും തരത്തിൽ അവമതിപ്പുണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കാനാണ്. പക്ഷെ അതിനുതകുന്ന ഒന്നും നാട്ടുകാർ സ്വീകരിക്കത്തക്ക നിലയിൽ
പറയാനില്ലാത്തതുകൊണ്ട് നേരത്തെ പറഞ്ഞ് മുനയൊടിഞ്ഞു പോയ ഒരു പ്രശ്നം വീണ്ടും അവരെടുത്ത് ഉന്നയിച്ചു. അതാണ് പ്രളയ ദുരിതത്തെ തെറ്റായി ചിത്രീകരിക്കൽ. അത്തരമൊരു കാര്യത്തിൽ സംസ്ഥാന താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ അവസാന ദിവസത്തിലേക്കാണ് നമ്മളുള്ളത്. കുട്ടിക്കലാശം 6 മണിക്ക് നടക്കുകയാണ് ചെയ്യുക. ഇന്ന് മാത്രമേ പരസ്യ പ്രചാരണത്തിന് സമയമുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ പാർട്ടിയുടെ നിലപാടുകൾ ഒന്നുകൂടെ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്.